ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുനലൂർ ഓണം ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സെപ്റ്റംബർ ആദ്യമൊക്കെ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫെസ്റ്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പൂരുരുട്ടാതി നാളാണ്. അപ്പോൾ ഇന്ന് നല്ല തിരക്കായിരുന്നു. അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇത്രയും തിരക്ക് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഓണത്തിന് 2 ദിവസം മുന്നേ ഒക്കെ ആയിരിക്കും ഭയങ്കര തിരക്ക്. അതായത് തിരുവോണത്തിൻ്റെ തലേന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ ആയിരിക്കും തിരക്ക് കൂടുതൽ. പക്ഷേ ഇന്നും അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേരെ ഒന്നും കാണാത്ത രീതിയിൽ അതുപോലെ തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വൈബും ആയിരുന്നു. എങ്കിലും നമുക്ക് സ്റ്റോളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാ തവണത്തെയും പോലെ നമുക്കിങ്ങനെ കാണാൻ പോകും. പിന്നെ എല്ലാ തവണയും ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ ആയിരിക്കും ഉള്ളിൽ. പിന്നെ പുതിയ കുറച്ച് റൈഡുകൾ ഇത്തവണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് കയറി നോക്കി. അല്ലാതെ ഈ സ്റ്റോളുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോവാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ, അതായത് ഉച്ച ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ നേരെ ചൊവ്വേ നോക്കി എടുക്കാനൊക്കെ പറ്റും. അതായത് ഉച്ചയ്ക്കൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവർക്ക് ഉച്ചയ്ക്കൊക്കെ വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇഷ്ടംപോലെ ക്ലിപ്പുകൾ, അതുപോലെ തന്നെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള വെറൈറ്റി ടൈപ്പ് പെൻസിലുകൾ, പേന, അതുപോലെ റബ്ബറൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഇതുപോലുള്ള ഗ്ലാസ്സുകൾ, അതിനൊക്കെ കുറച്ച് ആ സ്റ്റോളുകളിലൊക്കെ കുറച്ചുകൂടെ അധികം തിരക്കായിരുന്നു കേട്ടോ. അതായത് 5 ഗ്ലാസ് 100 രൂപ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ചെന്ന് കയറിയത് ഇതുപോലുള്ള പഴയ കാലത്തെ മിഠായികൾ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. വേഗം സാധനങ്ങൾ തീരുന്നുണ്ടായിരുന്നു. നൊസ്റ്റു അടിക്കുന്ന ടൈപ്പിൽ പണ്ടുണ്ടായിരുന്നു ഒരുപാട് ടൈപ്പ് മിഠായികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ടേസ്റ്റൊന്നുമില്ല. എങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൊതി വരത്തില്ലേ. ഇഷ്ടംപോലെ പുളിമിഠായിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിമിഠായി എനിക്ക് തോന്നുന്നു 2-3-4 പാക്കറ്റ് അല്ലാതെ ഇതായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം തിന്നിട്ടും മതി വരുന്നില്ല. നമുക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് തന്നെയാണോ എന്ന്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരെണ്ണം എടുത്ത് തിന്ന് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയും കൂടെ എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ മരണക്കിണറാണ് കേട്ടോ കയറാമെന്ന് വിചാരിച്ചത്. പിന്നെയും വേണ്ടാന്ന് വിചാരിച്ചു. എല്ലാ തവണയും മരണക്കിണറിൽ കയറി വെറുതെ ടിക്കറ്റ് എടുത്ത് പൈസ കളയണ്ട. അപ്പം നമുക്ക് പുതിയ കുറേ റൈഡ് വന്നിട്ടുണ്ട്, അതിൽ കയറാമെന്ന് വിചാരിച്ച് നമ്മൾ മരണക്കിണർ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പിള്ളേർ സെറ്റുകളെല്ലാം കൂടെ വളഞ്ഞിട്ടുണ്ട്. അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ശങ്കരിക്കുട്ടിയെ ഇതിൽ കയറ്റി കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഇച്ചിരി നമുക്ക് പേടിയാവുന്ന ടൈപ്പ് ആയതുകൊണ്ട് അവളെ കയറ്റാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു, അവൾക്കും പേടിയാണ്. എങ്കിലും ബാക്കി എല്ലാവരും കയറുന്ന കാണുമ്പോൾ അവൾക്കും കയറണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് സേഫ്റ്റി ആണല്ലോ പ്രധാനം. അതുകൊണ്ട് നമ്മൾ ചെറിയ റൈഡിലാണ് കേട്ടോ അവളെ കയറ്റിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് തനിയെ ഇരുന്ന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത റൈഡിൽ നമ്മൾ അവളെ കയറ്റി. നമ്മളതിൽ കയറ്റിയപ്പോൾ അവൾ നന്നായിട്ട് വരണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചിരിച്ച് ടാറ്റയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്കൊന്ന് ഇഷ്ടപ്പെട്ട് വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത്തവണ ഇത് 3 എണ്ണം ഉണ്ടായിരുന്നു. എങ്കിലും 3ലും ഭയങ്കര തിരക്കായിരുന്നു. പിള്ളേർ സെറ്റ് എല്ലാം ഇതിനകത്തായിരുന്നു കേട്ടോ. കയറി അങ്ങ് അറുമാദിക്കലായിരുന്നു എല്ലാം കൂടി. നമുക്ക് വെളിയിൽ നിന്ന് കാണുന്നവർക്ക് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഇത് കുഞ്ഞു പിള്ളേരെ മാത്രമേ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവർ. ഓക്കെ, സാരമില്ല. നമ്മളിങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അത് എത്രത്തോളം അടിപൊളിയാണെന്ന് അവളുമാർ വിളിച്ചിട്ട് വരാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലായി കേട്ടോ. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വീണ്ടും കയറാൻ പോകുമായിരുന്നു. വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരമായി വിളിക്കുന്നു. പക്ഷെ അവന്മാരൊന്ന് മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ ചാടി കളിക്കായിരുന്നു കേട്ടോ. ശങ്കരി ഇതിൽ കയറ്റാൻ നോക്കി, പക്ഷേ അവൾ കയറിയില്ല. അവൾക്ക് പേടിയാണ്. മാത്രമല്ല മേളിലോട്ട് വിടാനും ഞങ്ങൾക്ക് അത്ര വലിയ ധൈര്യം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവൾ എന്തായാലും കരയാണ്. ചേച്ചിമാരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ ആ കയറുന്ന സ്ഥലത്ത് നിർത്തിയൊന്ന് അവളെ ഒന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ റൈഡിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഞാനും അച്ചുവും
ശ്രീകുട്ടിയും ലച്ചുവും അതുപോലെ ദേവും ആദ്യം കൂടെ ആയിരുന്നു കേട്ടോ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പേർക്ക് ഇരിക്കാം. ഇതിൻ്റെ പാസ് എന്തോ 80 രൂപ എന്തോ മറ്റോ ആയിരുന്നു. അപ്പോൾ ഇതിൽ അത്യാവശ്യം സ്പീഡില്ലാതെ കയറണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് നല്ല സ്പീഡായിരുന്നു. അപ്പോൾ അതിലും ശങ്കരിക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എങ്കിലും അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തിയേക്കാണ്. ചേച്ചിമാരൊക്കെ കരയുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടർലയിലൊക്കെ പോയി കഴിഞ്ഞ് റൈഡിലൊക്കെ കയറി പരിചയം വെച്ചാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് കയറുന്നത്. അല്ലാതെ ഇതിനകത്ത് കയറുന്ന യാതൊരുവിധ സേഫ്റ്റിയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് ഇതൊക്കെ കാണുമ്പം ഒരാഗ്രഹമല്ലേ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിന്നു ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ടൈമിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ ഇത് വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ അത്രയും കട്ട് ചെയ്തിട്ട് ഇതിട്ടത് കേട്ടോ. അപ്പോൾ നിന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. ഒരു 5 മിനിറ്റ് ഒന്നും നിൽക്കാതെ ഒന്ന് ഇറങ്ങാൻ വലിയ പാടാണ്. അപ്പോൾ ചാടി ഇറങ്ങാൻ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോവായിരുന്നു, ബാലൻസ് ഒന്നും കിട്ടാത്തത്. അപ്പോൾ ആദ്യം ദേവ് ഇറങ്ങിയിട്ടുണ്ട്. അവളുമാരുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇരുന്ന് വണ്ടി ഒന്ന് നിർത്താറായപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ശങ്കരിക്കുട്ടി നേരെ ട്രെയിനിനകത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ അവളെ അതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവളെ തന്നെ അതിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആദ്യം കൂടി അവളുടെ കൂടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൈഡെല്ലാം കണ്ട് ഇതുപോലെ അവളുമാർ കളിക്കുന്നതൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റൈഡുകളിലെല്ലാം ചെറിയ മീൻസ് ഒരുപാടങ്ങ് പേടിക്കേണ്ടാത്ത റൈഡുകളിലെല്ലാം അമ്മയും കുഞ്ഞുങ്ങളുമായിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത്. കൊച്ചുങ്ങൾക്ക് കയറാൻ പറ്റിയ ഒരുപാട് റൈഡ് ഉണ്ടായിരുന്നു. എല്ലാം കൊച്ചു പിള്ളേരാണ്. പക്ഷേ അവരതിൽ കയറുന്ന ടൈമിൽ ഒരു 2 ഇരിക്കുകയായിരുന്നു കേട്ടോ എല്ലാ എണ്ണവും. പക്ഷേ ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈമും കഴിയും. അവർ നിർത്തുകയും ചെയ്യും. ഇവർ പിടിച്ച് നിർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു 9-9:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇന്ന് പാട്ടോ എന്തൊക്കെയാണ്. അപ്പോൾ ഓരോ ദിവസവും വെറൈറ്റി അടിപൊളി പരിപാടികളാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ പിന്നെയും കാഴ്ചകളൊക്കെ കണ്ട് ലൈറ്റിങ് അടിപൊളിയായിരുന്നു, അതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന ഇതുപോലുള്ള കുറേ ഹൈഡ്രജൻ ബലൂണും അല്ലാത്ത ബലൂണും അല്ലാതെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചുമ്മാ വെറുതെ സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനെയും പിടിച്ച് നിർത്തി ഞാനൊരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാർ പാർക്കിങ് കുറച്ചുകൂടി അപ്പുറത്താണ്. അപ്പം കാർ എടുത്തുകൊണ്ട് വരുന്ന ടൈമിൽ നമ്മൾ കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെൽഫിയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. ഞാനും ശ്രീകുട്ടിയും കൂടി സ്കൂട്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ചെമ്മന്തൂർ സൈഡിലൊക്കെ നല്ല തിരക്കാണ്. ഈ പോകുന്ന വണ്ടികളൊക്കെ ഏറെക്കുറെ ഫെസ്റ്റിലേക്ക് കയറാനുള്ള വണ്ടികൾ തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ കാറിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫെസ്റ്റിൻ്റെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് ടാറ്റാ ബൈ ബൈ.